എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ഫ്ലഫി ഐലാൻഡ് ആയിരിക്കും കാണിക്കുക. അവിടേക്ക് സാക്ഷാൽ ബിഗ് മോം അവളുടെ സൺ പവറിന്റെ മേലെ അങ്ങനെ ട്രാവൽ ചെയ്ത് കേക്കിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ആ സൺ പവർ അതിപ്പോ അതിന്റെ എക്സ്ട്രീമിൽ എത്തിയതുകൊണ്ട് തന്നെ ചുറ്റും എല്ലാ ഭാഗത്തും തീ പിടിച്ചങ്ങനെ കത്താനായിട്ട് തുടങ്ങും. ജനങ്ങളാണെങ്കിൽ ബിഗ് മോമിനെയും ആ സൺ പവറിനെയൊക്കെ കണ്ട് പേടിച്ച് നാനാ ഭാഗത്തേക്ക് ഓടുകയാണ്. അതേസമയം ഇവിടെ ഷിഫോൺ അവളാണെങ്കിൽ കണ്ണിമ വെട്ടാതെ ആ കേക്കിലേക്ക് തന്നെ നോക്കി നിൽക്കും. അത് ബിഗ് മോം കഴിക്കുന്നത് കാണാനാണ് അവൾക്ക് ഏറെ ഇഷ്ടം. മോംസിനാണെങ്കിൽ ടെൻഷൻ അത് കൂടി കൂടി വരും. ഷിഫോൺ, ഇനി നീ ഇവിടെ നിന്നാ അത് വലിയ അപകടമാണ്. എനിക്കൊരിക്കലും നിന്നെ അപകടത്തിലേക്ക് മനസ്സറിഞ്ഞ് തള്ളിവിടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ ഷിഫോണിന്റെ കൈ പിടിച്ച് വലിച്ച് അവിടുന്ന് ഉഷാറായിട്ട് ഓടും. മറ്റൊരു ഭാഗത്ത് പരസ്പരമാണെങ്കിൽ ആ സ്നെയിലിലൂടെ മോണ്ടോറിന് നടക്കുന്ന ഓരോ കാര്യങ്ങളും സെക്കൻഡ് ബൈ സെക്കൻഡ് പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കുകയാണ്. മോണ്ടോർ ആണെങ്കിൽ അടിച്ചു പറയും, തീർച്ചയായിട്ടും ആ കപ്പോംസും അവന്റെ ടീമും എല്ലാവരും ചേർന്ന് ആ കേക്കില് പോയിസൺ കലർത്തിയിട്ടുണ്ടാവും. ബിഗ് മോം അത് കഴിക്കേണ്ട താമസം അവള് മയ്യത്താവും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ബിഗ് മോമിനെ കാണിക്കും. അവരാണെങ്കിൽ ആ രണ്ട് കൈകൊണ്ടും JCB മണ്ണ് മാന്ത് പോലെ അങ്ങനെ ആ ക്രീം വലിച്ചു വാരി വായിലേക്കിട്ട് വിഴുങ്ങുകയാണ്. ബിഗ് മോം അതങ്ങനെ ഇറക്കേണ്ട താമസം അവൾ ആ ടേസ്റ്റില് അങ്ങനെ സ്റ്റണ്ണായിട്ട് നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് സാഞ്ചി അവൻ എത്രത്തോളം കഷ്ടപ്പെട്ട് എത്രത്തോളം ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്താണ് ആ ഒരു കേക്ക് ക്രിയേറ്റ് ചെയ്തതെന്ന് ഒന്ന് കാണിക്കും. ഇവിടെ ഷിഫോൺ അവളാണെങ്കിൽ കപ്പോംസിന്റെ കൂടെ പോകെ ബിഗ് മോമിനെ തന്നെ നോക്കും. കാരണം അവൾക്ക് ആ കേക്കിൽ നല്ല വിശ്വാസമുണ്ട്. ബിഗ് മോമിന് തീർച്ചയായിട്ടും ഒരു കേക്കും അതിന്റെ ടേസ്റ്റും ഒരുപാട് ഇഷ്ടാവുന്ന അവൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ബിഗ് മോം ആണെങ്കിൽ ആ ഒരു കേക്ക് അങ്ങനെ കഴിച്ച് അവളുടെ ഹാർട്ട് ബീറ്റ് അതങ്ങനെ കൂടി വരും. അടുത്ത നിമിഷം ബിഗ് മോം താഴേക്ക് വീണ് പാറ്റാവും. അതുകൊണ്ട് എല്ലാവരും ഉറപ്പിക്കും ബിഗ് മോം ആ കേക്ക് കഴിച്ച് അവളുടെ കാറ്റ് പോയെന്ന്. കപ്പോംസും ടീമും അതിൽ പോയിസൺ കലക്കിയെന്ന് അവരെല്ലാവരും അവിടെ മുഴുവൻ വിളിച്ചു പറയുകയാണ്. പരസ്പരമാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സിനൊക്കെ ബിഗ് മോമിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ഇവിടെ ബിഗ് മോമിന്റെ ഹാർട്ട് അത് പടപടാ ഇടിച്ച് അവളുടെ കണ്ണൊക്കെ തള്ളി ഹെവനിലൂടെ ഫ്ലൈ ചെയ്തു പോകുന്ന ഒരു ഫീൽ അവൾക്ക് തോന്നുകയാണ്. കപ്പോംസ് പറഞ്ഞതുപോലെ അവളും ഇപ്പൊ പതിയെ കണ്ണു തുറന്ന് അങ്ങനെ പറയാണ്, ദിസ് ഈസ് അൺബിലീവബിൾ. ഇത്രയും നല്ല ടേസ്റ്റിൽ ഒരു കേക്ക് ഞാൻ കഴിച്ചിട്ടില്ല. ഈ കേക്കിന് വേണ്ടി എൻ്റെ ജീവൻ കളയാൻ പോലും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തിൽ തുള്ളിച്ചാടും. ബിഗ് മോം ആഗ്രഹിച്ച കേക്ക് അതിതാണ്. പരസ്പരയ്ക്കാണെങ്കിൽ വലിയൊരു ഞെട്ടൽ. അവൻ ആ കാര്യം മോണ്ടോറിനോട് കോണ്ടാക്ട് ചെയ്ത് പറയും. ഇവിടെ എന്താ സംഭവിക്കണേന്ന് അറിയില്ല, പക്ഷെ പോയിസൺ ഒന്നും നമ്മുടെ അമ്മയുടെ മേലെ അഫക്റ്റഡ് ആയിട്ടില്ല. മോമിന് ആ ഒരു കേക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ നമ്മളെല്ലാവരും ഇപ്പൊ സേഫാണ്. അതിനുശേഷം പരസ്പരമാണെങ്കിൽ ഓരോ ഐലാൻഡിലേക്കും ഇൻഫർമേഷൻ പാസ് ചെയ്യും. ബിഗ് മോമിന്റെ പോയിന്റ് അറ്റാക്ക് അത് സ്റ്റോപ്പായി. ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഷിഫോണ് അവൾ നിറകണ്ണുകളോടെ അമ്മ ആക്രാന്തത്തോടുകൂടെ ആ ഒരു കേക്ക് വലിച്ചു വാരി തിന്നുന്നത് നോക്കി നിൽക്കും. കാരണം അവരുടെ എല്ലാവരുടെയും വലിയൊരു കഷ്ടപ്പാടിന്റെ ഫലമാണ് ആ കേക്ക്, പ്രത്യേകിച്ച് സാഞ്ചിയുടെ. അത് മാത്രമല്ല അവളുടെ ഫ്ലഫി ഐലാൻഡ് അതിപ്പോ സേഫാണ്. അവിടെയുള്ള ജനങ്ങളും ബിഗ് മോമും എല്ലാവരും പുട്ടിങ്ങിനെ അവളെ അഭിനന്ദിക്കുകയാണ്. കാരണം എല്ലാവരുടെയും കണ്ണില് പുട്ടിങ്ങാണ് ആ കേക്ക് ഉണ്ടാക്കിയത് എന്ന ചിന്തയും അറിവുമാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് നമ്മുടെ പുട്ടിങ്ങിനെ കാണിക്കും. അവളാണെങ്കിൽ ഒരുപാട് വിഷമത്തില് സാഞ്ചി ഓർത്ത് ഒരു ഭാഗത്തിരിക്കുകയാണ്. ഇതാ ഇവിടെ ജിംബൈ അവനാണെങ്കിൽ സൺ പൈററ്റ്സിനെ കണ്ട് ഷോക്കാവും. യു ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് വീണ്ടും നിങ്ങൾ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണോ? പിന്നെ അവരാണെങ്കിൽ തീർത്തു പറയും, ഞങ്ങളുടെ ക്യാപ്റ്റൻ നിങ്ങളാണ്, നിങ്ങളെ വിട്ട് ഞങ്ങൾക്ക് പോകാനാവില്ലെന്ന് പറഞ്ഞ് അവരും ടെക്സുമിയുടെ കൂടെ നിന്ന് കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യാണ്. ആ ഒരു ജീനിയൊക്കെ അവരങ്ങനെ അട്ടിച്ച് തെറിപ്പിക്കും. അങ്ങനെ ഫൈറ്റ് ചെയ്ത് നമ്മുടെ ആൾക്കാരുടെ കപ്പലിന് പോകാൻ ഒരു പാത്ത് തന്നെ അവര് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല ജിംബൈ ഇപ്പോഴാണ് തിരിച്ചറിയുക, കടലിനടിയിലുണ്ടായിരുന്ന ഇൻഫർമേഷനൊക്കെ പാസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഫിഷുകൾ അവറ്റകളെ എല്ലാം കൺട്രോൾ ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോയത് അവന്റെ സൺ പൈററ്റ്സ് ആണ്. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ കപ്പൽ പതിയെ മുൻപോട്ടേക്ക് എടുക്കും. അതിന് സൺ പൈററ്റ്സ് കൈയൊക്കെ വീശി കാണിച്ച് നമ്മുടെ ആൾക്കാരെയും അവരുടെ മാസ്റ്റർ ജിംബയെയും യാത്ര അയക്കുകയാണ്. അടുത്ത നിമിഷം ആ ജർമിയ 66ന്റെ കപ്പലിലേക്ക് ബുള്ളറ്റ്സുകൾ ചേറിപ്പാഞ്ഞു വരികയാണ്. ആ ഒരു പൊട്ടിത്തെറിയിൽ കപ്പലിന്റെ ഒരു ഭാഗം തകരും. ഒരു കാഴ്ച കണ്ട് ഇച്ചിച്ചിയും നെച്ചിയും അവർ രണ്ടുപേരും പപ്പയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഷിപ്പിന്റെ അടുത്തേക്ക് പോകും. അടുത്ത നിമിഷം ആ പിങ്ക് ബ്രദേഴ്സ് അവറ്റകളാണെങ്കിൽ ഇപ്പോ അവർ രണ്ടുപേരെ തടഞ്ഞ് അങ്ങനെ നിൽക്കും. അതിനുശേഷം അവരെല്ലാവരും ഒന്നു ചേർന്ന് കമ്പൈനായിട്ട് അവർ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവുകയാണ്. ആ പിങ്ക് ബ്രദേഴ്സിന്റെ കൂടെ അവരുടെ സിസ്റ്റേഴ്സും ചേർന്ന് അവറ്റകളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ഡീമൺ മോൺസ്റ്ററായി മാറും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ ഓവൻ വില്ലൻ അവനാണെങ്കിൽ ആ ജർമ 66നെ പുള്ളിയുടെ കയ്യിൽ ഏൽപ്പിച്ച് അങ്ങനെ നടന്നു പോകും.
പോവാണ്. ബ്രൂലി ആണെങ്കിൽ വലിയ വെപ്പനും ഗണ്ണൊക്കെ സെറ്റ് ചെയ്ത് അതിൽ ബുള്ളറ്റൊക്കെ ലോഡ് ചെയ്ത് അമ്പൻ ആവേശത്തിൽ ഷൂട്ട് ചെയ്യാൻ അങ്ങനെ ചാടി ചാടി നിൽക്കും. ഓവന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം അത് മറ്റാരുമല്ല, നമ്മുടെ ആൾക്കാരാണ്. അവന്റെ ബോഡി അതങ്ങനെ ചൂടാക്കി ഫയർ തന്നെ ഇപ്പൊ പുറത്തേക്ക് പുറപ്പെടുവിക്കുകയാണ്. ആ ഒരു ഫയർ കണ്ട് എല്ലാവരും ഷോക്കാവും. അവന്റെ ബോഡിയിലെ ഹീറ്റും ജ്വാലയും അതങ്ങനെ ആ കടൽ മുഴുവൻ പ്രവഹിക്കുകയാണ്. അവന്റെ ഫയർ പവർ അതങ്ങനെ സ്പ്രെഡായി ആ ജർമ്മ കിങ്ഡം അതങ്ങനെ കത്തി എരിയാനായിട്ട് തുടങ്ങും. ലൂഫിക്കാണെങ്കിൽ അവനെയും അവന്റെ പവറിനെ ഒന്നും കണ്ടിട്ട് യാതൊരു കുലുക്കവുമില്ല. ആ കട്ടമറോ വില്ലനെ അവനെ തകർത്തവനാണ് ഞാൻ, നീയൊന്നും എനിക്കൊരു ഇരയല്ലെന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ഉടനെ ക്യാമറയാണെങ്കിൽ അങ്ങനെ സൂം ചെയ്ത് കത്തി എരിയുന്ന ആ ജർമ്മ കിങ്ഡം കാണിക്കും. ആ ഫയറിന്റെ ഇടയിലൂടെ ചാഞ്ചിയുടെ പപ്പ സാക്ഷാൽ വിൻസ്മോക്ക് ആളങ്ങനെ ടെററായിട്ട് പുറത്തേക്ക് വരികയാണ്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തകർത്ത് എന്റെ കോട്ട അതില്ലാതാക്കാൻ പറഞ്ഞ് ആളങ്ങനെ ടെററായിട്ട് നിൽക്കും. കട്ട് ചെയ്ത പുതിയ ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറിയ ആ പിങ്ക് ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും അവരെ നീലത്തലയനും പച്ചത്തലയനും ചോപ്പൻ തലയനും അവർ 3 പേരും ചേർന്ന് അച്ചറം പുച്ചറ അറ്റാക്ക് ചെയ്യും. പക്ഷേ കമ്പൈൻ ആയിട്ടുള്ള സ്ട്രെങ്ത്തിന് മുൻപിൽ അവർക്ക് 3 പേർക്കും അവറ്റകളെ തോൽപ്പിക്കാനാവില്ല. ഇച്ചിച്ചി ആണെങ്കിൽ പഠിച്ച പണി 18 നോക്കിയിട്ടും അവറ്റകളെ ഒന്ന് അനക്കാൻ പോലും കഴിയില്ല. എന്നിട്ടും വിട്ടുകൊടുക്കാതെ 3 പേരും അവരുടെ 3 പേരുടെ സ്ട്രെങ്ത്തിൽ അറഞ്ചം പുറഞ്ചം അവരെ ആഞ്ഞെട്ടിക്കും. അതേസമയം ഇവിടെ അവനങ്ങനെ അവന്റെ ബോഡി മുഴുവൻ ഫയറാക്കി ആ കടലിലേക്ക് ഇറങ്ങുകയാണ്. കടലിലെ വെള്ളം അതങ്ങനെ ചൂട് കൂടിക്കൂടി വന്ന് തിളച്ച് മറിയാനായിട്ട് തുടങ്ങും. ആ ഒരു ചൂട് അത് ഞൊടിയടയിൽ സൺ പൈററ്റ്സിന്റെ ദേഹത്ത് അടിക്കുകയാണ്. അവര് ചൂട് ദേഹത്ത് തട്ടി അങ്ങനെ പെടയാനായിട്ട് തുടങ്ങും. അത് കണ്ട ജിംബയാണെങ്കിൽ വിളിച്ചു പറയും, എത്രയും വേഗം നിങ്ങൾ കടലിനടിയിലേക്ക് പോകും, അതല്ല എങ്കിൽ ഈ ചൂടില് നിങ്ങൾ എല്ലാവരും വെന്ത് മരിക്കും. അത് കേൾക്കേണ്ട താമസം അവര് കടലിനടിയിലേക്ക് പോകും. അതേസമയം ഇവിടെയാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ ആ വില്ലന്മാരുടെ കപ്പലുകളെല്ലാം ചേർന്ന് അങ്ങനെ റൗണ്ട് ചെയ്യാണ്. അടുത്ത സെക്കൻഡ് തന്നെ ജിംബയുടെ പൈററ്റ് കപ്പല് അതും അവിടേക്ക് എത്തും. ആ കപ്പൽ കണ്ട് ഒരുപാട് അതിശയത്തോടു കൂടെ എല്ലാവരും ആ കപ്പലിലേക്ക് തന്നെ നോക്കും. കാരണം അതൊരു ജയന്റ് കപ്പലാണ്. അതേസമയം ഇവിടെയാണെങ്കിൽ ബിഗ് മോം അവള് ആ കേക്കൊക്കെ കഴിച്ച് ചെടികളോടും അവിടെയുള്ള ചെടികളുടെ അടുത്തേക്കും മരങ്ങളുടെ അടുത്തേക്കൊക്കെ വന്ന് ഉഷാറായിട്ട് ഡാൻസ് ചെയ്യാണ്. അവിടെ ബിഗ് മോം ഡാൻസ് കളിക്കുന്ന അതേസമയം ഇവിടെ ഫൈറ്റ് അത് വേറെ ലെവലിൽ മുൻപോട്ടേക്ക് പോകും. കട്ട് ചെയ്ത ബ്രൂലി അവളാണെങ്കിൽ ആ സ്പെഷ്യൽ ഗൺ ഉപയോഗിച്ച് ജർമ്മ 66നെ അറഞ്ചം പുറഞ്ചം അവള് ഷൂട്ട് ചെയ്ത് തള്ളുകയാണ്. ആ ഒരു ബുള്ളറ്റ് അത് അവരുടെ സ്യൂട്ടിലൂടെ കയറി സാഞ്ചിയുടെ ബ്രദേഴ്സിന് ഇപ്പൊ നല്ല രീതിയിലുള്ള ഇമ്പാക്ട്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. അവരങ്ങനെ ചോര തുളുമ്പി വേദനയിൽ നിലവിളിക്കാൻ തുടങ്ങും. അതേസമയം ഇവിടെ ബിഗ് മോം അവൾക്കാണെങ്കിൽ അവൾ അവസാനമായിട്ട് ആഘോഷിച്ച അവളുടെ 6th ബർത്ത്ഡേ അത് ഓർമ്മ വരും. അമ്മ, ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു, എനിക്ക് നിങ്ങളെ വീണ്ടും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ ഡാൻസ് ചെയ്യും. ബിഗ് മോം ആണെങ്കിൽ മനസ്സിൽ അവളുടെ അമ്മ ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ചിന്തിക്കും. അവൾക്കറിയില്ല അവളുടെ അമ്മയെയും ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ കൊന്നത് അത് അവളാണെന്ന് അവൾക്ക് ഇപ്പോഴും അറിയില്ല. അവള് അവരുമായിട്ടുണ്ടായിരുന്ന ഹാപ്പി മൊമെന്റ്സ് ആലോചിച്ച് അങ്ങനെ ഇരിക്കും. കട്ട് ചെയ്ത ഇവിടെ 1000 സണ്ണി കപ്പലില് ഒരുപാട് ബുള്ളറ്റ്സ് ഒക്കെ വന്ന് അടിച്ച് തീ അങ്ങനെ കത്താനായിട്ട് തുടങ്ങും. ജിംബയും നമ്മുടെ ആൾക്കാരും എല്ലാവരും ആ കാഴ്ച കണ്ട് ഷോക്കായി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.